കൊല്ലം കോട്ടുക്കൽ കൃഷിഫാമിൽ തീപിടുത്തം. പുനലൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയാണ്. നിരവധി ഏക്കറിലെ കൃഷി കത്തിനശിച്ചു. പ്രദേശത്ത് ഇപ്പോഴും കനത്ത പുക ഉയരുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഉച്ച സമയത്താണ് തീ പിടിച്ചെന്നും പറഞ്ഞ് ഇവിടെ മെസ്സേജ് വന്നത്. അന്നേരം തന്നെ നമ്മൾ യൂണിറ്റുകൾ ഇവിടെ വന്നു. അങ്ങോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ വഴിയില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് തീ ഇത്രയും നീണ്ടുപോയത്. ഇതിൻ്റെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ പൂർണ്ണമായിട്ടും നമ്മൾ തീ അണയ്ക്കുന്നവരെ ഇവിടെ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര യൂണിറ്റോളം വർക്ക് ചെയ്തു? ഇപ്പോൾ നമ്മുടെ 3 യൂണിറ്റാണ്. പുനലൂർ കടക്കൽ നിലയത്തു നിന്നുള്ള 3 യൂണിറ്റ് വണ്ടികളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടുകാരുടെ സഹായം വളരെയധികം ഉണ്ടായിരുന്നു. ഈ പ്ലാന്റേഷനിലെ ജീവനക്കാരും നാട്ടുകാരും ഒപ്പം നമ്മളോടൊപ്പം ഉണ്ട്. അത് അങ്ങനെ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ ഫയർ ഫൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിൻ്റെ തീയുടെ ഉറവിടം എന്താണെന്ന് ഇനി നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്താം. തീപിടുത്തത്തിൽ പ്ലാന്റേഷൻ കമ്പനിക്ക് വലിയ നഷ്ടം സംഭവിച്ചെന്നും തുടർ പ്രവർത്തനത്തെ പോലും ബാധിക്കുമെന്നും ജീവനക്കാരൻ പറഞ്ഞു. ഈ നിയന്ത്രണ വിധേയമാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവിധ രീതിയിലും മാനേജ്മെൻറ്റ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശം എന്ന് പറയാം, ഫയർഫോഴ്സ് യൂണിറ്റുകളൊന്നും വരുന്നില്ല. വരുന്ന വണ്ടിയിൽ വെള്ളം തീർന്ന് വെള്ളം എടുത്തുകൊണ്ട് ഒരു വണ്ടി തിരിച്ചു വരാൻ തന്നെ മണിക്കൂറോളം വൈകി. ഏകദേശം ഒരു 2 മണി മുതലാണ് ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്നേരം മുതൽ തീ പറയാൻ കാരണം കാമിതമായി ഇന്ന് കാറ്റ് കൂടുതലായിരുന്നു. കാലാവസ്ഥ തന്നെ അറിയാമല്ലോ, അമിതമായി ചൂടുള്ള സമയമാണ്. ഇപ്പോൾ 2-3 ദിവസമായി വളരെ കഠിനമായ ചൂടാണ്. അതിൻ്റെ ഇടയിൽ പറ്റിയത് അന്ന് സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു തൈ ഇനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു നല്ലൊരു സമയമാണ് നഷ്ടപ്പെടുന്നത്. ഈ 3 വർഷത്തോളം പരിപാലിച്ച് ഈ തൈ നഷ്ടപ്പെട്ടത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് വളരെ നഷ്ടമാണ്. കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്കിനെ പോലും ബാധിക്കുന്ന രീതിയിലാണ് ഉള്ളത്. കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, ഏകദേശം തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് തീ പടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായതെന്നാണ് വിശദാംശം. രുചീഷ്, ഏതാണ്ട് 100 ഏക്കറിൽ വരുന്നതാണ് ഈ വനപ്രദേശം ഉൾപ്പെടെ ഓയിൽ പാം എസ്റ്റേറ്റ്, കോട്ടുക്കൽ ഫാം തുടങ്ങിയ മേഖലയെല്ലാം. ഏതാണ്ട് 100 ഏക്കറിനുള്ളിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ വേനൽക്കാലത്ത് ഇവിടെ തീപിടുത്തം ഉണ്ടാകുമെങ്കിലും ഇത്രയും വലിയൊരു തീപിടുത്തം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാരും അതുപോലെ ഓയിൽ പാം എസ്റ്റേറ്റിലെ ജീവനക്കാരും പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തീപിടുത്തം ഉണ്ടായെങ്കിലും ഫയർഫോഴ്സിന്റെ വലിയ ഇടപെടൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായി. ആദ്യത്തെ മലയിലെ തീ പൂർണ്ണമായും കെടുത്തിയെങ്കിലും പിന്നീട് വൈകിട്ടോടുകൂടി കാറ്റ് വീശിയതിനെ തുടർന്ന് പല മേഖലകളിലും ഈ കനൽ വീണ് പല മേഖലകളിലേക്കും ഈ തീ പടരുകയാണ്. അതായത് 2ാമത്തെ മലയിലേക്ക് ഈ തീ പടരുകയാണ്. ആ മേഖല വനമേഖലയാണ്. അങ്ങോട്ടേക്ക് പോകാനും ഒക്കെ ഫയർഫോഴ്സിന് വഴിയും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ JCB ഉപയോഗിച്ചുകൊണ്ട് അവിടെ വഴി ഉണ്ടാക്കിയ ശേഷം ഫയർഫോഴ്സിന് അത്തരത്തിൽ ആ മേഖലകളിലേക്ക് എത്തിച്ച് വെള്ളം അടിച്ച് ഇത് ഏതാണ്ട് കെടുത്താനുള്ളൊരു ശ്രമമാണ്. ഏതാണ്ട് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമെന്ന് നമുക്ക് പറയാമെങ്കിലും കാറ്റ് വീശിയാൽ കൂടുതൽ സ്ഥലത്തേക്ക് ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഫയർഫോഴ്സിന് ആശങ്കയുണ്ട്. കൂടുതൽ ഫയർഫോഴ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ മേഖലകളിലേക്ക് എത്തിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും തീ ഇപ്പോൾ ഫയർഫോഴ്സ് കാലിയായ ടാങ്കറുകൾ പുറത്തേക്ക് എത്തിച്ച് നാട്ടുകാർ വലിയ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് അവിടെ നിന്നും റീഫില്ല് ചെയ്ത ശേഷമാണ് ഈ എണ്ണപ്പനത്തോട്ടങ്ങളിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് കടന്നു ചെല്ലുന്നത്. എണ്ണപ്പനകളിൽ നിന്ന് കത്തുകയും തുടർന്ന് അവിടെ നിന്നും തീ വളരെ വേഗത്തിൽ അടുത്ത എണ്ണപ്പനകളിലേക്ക് മാടുകയും അടിക്കാടുകൾ വ്യാപകമായി കത്തുകയും ചെയ്തതാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിന് കാരണമായത് എന്നാണ് ഈ ഫയർഫോഴ്സിന്റെ പ്രാഥമികമായ നിഗമനം. ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കനത്ത ചൂടാണ്, അതുപോലെ കാറ്റും ഉണ്ടായിരുന്നു ഇന്ന് ഈ ഭാഗത്ത്. അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിലാകാം ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ നിരീക്ഷിക്കുന്നത്. എന്തായാലും തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അത് 2ാമത്തെ മലയിലേക്ക് ഇപ്പോൾ നാട്ടുകാർ എത്തിയെങ്കിലും ഫയർഫോഴ്സിന് എത്താൻ സാധിച്ചില്ല. ആ മലയിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് JCB ഓടിച്ചെത്തി വലിയ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ട ശേഷം ഈ തീ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ JCBയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കനലുകൾ വേഗത്തിൽ കെടുത്താൻ കഴിയും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. രുചീഷ്.